നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ സിനിമയുടെ തന്നെയാണ്. സിനിമ ഏറ്റവും കൂടുതലും ആഘോഷിക്കുന്നതും കൂടുതൽ ആളുകൾ കാണാൻ വരുന്നതും എറണാകുളത്തൊക്കെയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു സിനിമയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയ ആളുകളാണെങ്കിലും അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകൾ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഫാൻസ് അല്ലെങ്കിൽ കുറച്ച് ശതമാനം ആളുകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സിനിമയിൽ. ഇപ്പോൾ മമ്മൂട്ടി സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഫാൻസിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു ഏരിയ ഉണ്ട്. അവിടെയുള്ള ആളുകളും അവരുടെ ഫാമിലിയും പിന്നെ ഫ്രണ്ട്സും കസിൻസൊക്കെയാണ് സിനിമ കാണാൻ വരുന്നത്. അത് ഒരാഴ്ചയൊക്കെ ഉള്ളു. ഇപ്പോൾ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ആലപ്പുഴ ടൗണിലുള്ള സീതാസ് എന്ന് പറഞ്ഞ തിയേറ്ററുണ്ട്. അവിടെയൊക്കെ അത് ഒരാഴ്ച മാത്രമേ ആ പടം ഓടിയുള്ളൂ. പിന്നെ ഇപ്പോൾ തമിഴ് പടങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, തമിഴ് തെലുങ്ക് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളൊന്നും കാണാൻ പോകത്തില്ല. പിന്നെ ആളുകൾ കൂടുതലായിട്ടും വന്ന് കാണാൻ വന്ന സിനിമയാണ് എമ്പുരാൻ. പിന്നെ ലോകയൊക്കെ റിലീസ് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകളായിരുന്നു. രാവിലെയും വൈകുന്നേരമൊക്കെ ഒരുപാട് ആളുകളായിരുന്നു ആ സിനിമ കാണാൻ വരുന്നത്. ഏകദേശം 2 ആഴ്ച കൂടുതലൊക്കെയാണ് ആ സിനിമ ഓടിയത്. നന്നായിട്ട് ആളുകൾ വന്നായിരുന്നു. പിന്നെ DQൻ്റെ കാന്ത മൂവി അതേ തിയേറ്ററിൽ ഇറങ്ങി സീതാസിലും. പക്ഷെ അതിന് വലിയ ഒച്ചയനക്കൊന്നുമില്ല എന്നാ സിനിമയ്ക്ക്. അധികം കാണാനും പോയില്ല. അങ്ങനെയാണ് മമ്മൂട്ടിയുടെ കളംകാവൽ എന്ന് പറഞ്ഞ സിനിമ വന്നു. ഈ കളംകാവൽ സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമ തന്നെയാണ്. കാരണം മമ്മൂട്ടി വില്ലനായിട്ട് അഭിനയിക്കുന്നു, പിന്നെ വിനായകനാണ് നായകൻ. അപ്പം അത് ഒരു റിയലായിട്ടുള്ളൊരു കഥ തന്നെയാണ്. ആ സിനിമ കാണാൻ ഒരുപാട് ആളുകൾ വന്നായിരുന്നു. ഫാൻസും പിന്നെ മമ്മൂട്ടിയുടെ പടം ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അത് കാണാൻ വന്ന് ഒരുപാട് ദിവസം ആ സിനിമ ആ തിയേറ്ററിൽ ഓടി. ഇതിൻ്റെ ഇടയ്ക്കാണ് ബബ്ബബ്ബ വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ലാലേട്ടനുണ്ട്, പിന്നെ ദിലീപുണ്ട്. ഈ ബബ്ബബ്ബ വന്നിട്ട് പോലും കളംകാവൽ എന്ന് പറഞ്ഞ സിനിമ വീണില്ല. അത് ഇപ്പോഴും ആ സിനിമ സക്സസ് ആകുന്നുണ്ട്. ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. സാധാരണ മമ്മൂട്ടി സിനിമ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഇവിടെയൊക്കെ ഓടത്തുള്ളൂ. പക്ഷേ ഇത് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. വളരെ ഒരു സൈക്കോ വില്ലനായിട്ടാണ് മമ്മൂട്ടി ഇതിൻ്റെ അകത്തുള്ളത്. വളരെ മാന്യനും അതുപോലെ തന്നെ ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു ക്രൂരനായിട്ടുള്ളൊരു കൊലയാളിയും കൂടെയാണ്. അത് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. കാരണം ഇപ്പം നെഗറ്റീവ് റോളുകളാണ് കൂടുതലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ തുടരും സിനിമയിലെ ജോർജ് സാറ്, പിന്നെ കളംകാവലിലെ സ്റ്റാലിൻ ദാസ്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആണല്ലോ. ഞാൻ കരുതി അതിൻ്റെ അത് കഴിഞ്ഞു, കളംകാവലിൻ്റെ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞു. പക്ഷെ ഇന്നലെയൊക്കെ നോക്കിയപ്പം രാത്രിയിലൊക്കെ ഒരുപാട് ആളുകളാണ് ആ സിനിമ കാണാൻ വന്നത്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ആ സിനിമ നന്നായിട്ട് വർക്കായി, ജനങ്ങൾക്കിടയിൽ അത് നന്നായി വർക്കായി. ഇത്തരത്തിലുള്ള സിനിമയും പിന്നെ വെറൈറ്റി, ഇപ്പോൾ മമ്മൂട്ടി വില്ലനായിട്ട് വന്നു, പിന്നെ വിനായകൻ നായകൻ. അപ്പോൾ ഇതൊക്കെയാണ് ആളുകൾ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ബബ്ബബ്ബ വന്നിട്ട് പോലും ആ സിനിമ വീണില്ല. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ക്രൈം ത്രില്ലർ മൂവീസൊക്കെ
വരും. അത് നമ്മുടെ നാട്ടിലും ആലപ്പുഴയിലൊക്കെ വലിയ സക്സസ്സായി മാറുകയും ചെയ്യും. അപ്പോൾ വരട്ടെ ഇനി. അപ്പം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.